നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉടനെ തന്നെ അത് കാണും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കുരുക്ഷേത്ര എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് ബിഗ് ബോസിന് മുന്നേ തന്നെ. എന്നുവെച്ചാൽ കോമണേഴ്സിന് ഒരുപാട് ചാൻസ് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് വരുന്നത് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ അതിന്റെ ഓഡിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആൾക്കാരായെന്ന് പറഞ്ഞാണ് കേൾക്കുന്നത്. കുരുക്ഷേത്ര എന്നുള്ള പരിപാടി ഈ ബിഗ് ബോസിന് മുന്നേ തന്നെ കാണും. അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നവരാണ് ബിഗ് ബോസിലേക്ക് നേരിട്ട് എൻട്രി ലഭിക്കുക എന്ന് പറയുന്നു. കോമണേഴ്സിൽ നിന്ന് ഒരുപാട് പേര് ഒരുപാട് പ്രഡിക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് പ്രഡിക്ഷൻസ് ഒന്നും ഇല്ല. വർഷങ്ങളായി നമ്മുടെ ചാനലിലും റിവ്യൂസ് ഇടുന്നുണ്ട്. ഈ പ്രാവശ്യം അതുപോലെ തന്നെ റിവ്യൂസ് ഉണ്ടാവും. എന്തായാലും റിവ്യൂ ഇടുമ്പം നമ്മൾ കോഴ വാങ്ങിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങൾ PR ആണെന്നും എത്ര രൂപ കാശ് കിട്ടിയെന്നുള്ളതും ഇതെല്ലാം ഇപ്പൊ നമുക്കൊരു ശീലമായി കേട്ട് കേട്ട് കേട്ട്. ബിഗ് ബോസ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഓരോ ഫാൻസുകാരുണ്ടാവും. ആ ഫാൻസുകാരെല്ലാം കൂടെ ഒരുമിച്ച് ചേരും. എന്നിട്ട് അവർക്ക് അനുകൂലമായിട്ടല്ല പറയുന്നതെങ്കിൽ അവര് എന്ത് ചെയ്യും? PR ആക്കും. അതുപോലെ തന്നെ എത്ര കാശ് കിട്ടിയെന്ന് ചോദിക്കും. ഇതൊക്കെ എല്ലാ സീസണിലും ഉള്ളതുകൊണ്ട് ഇപ്പൊ അതൊരു ശീലമായി. അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും നമുക്ക് ഇതുവരെയായിട്ടും PR-ന്റെ പരിപാടിയും തന്നിട്ടില്ല. അതുപോലെ തന്നെ പൈസയും തന്നിട്ടില്ല. അതിലൊരു സങ്കടമേ ഉള്ളൂ. ആർക്കെങ്കിലും ഒക്കെ ഒന്ന് PR ചെയ്യരുത്. എന്നാലും എല്ലാ പ്രാവശ്യവും ഇത് കേൾക്കുന്നതുകൊണ്ട് ഒരു സുഖമുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഒരുപാട് പേര് ഇതിന്റെ പ്രഡിക്ഷൻസ് പറയുന്നുണ്ട്. ഞാൻ ആ പ്രഡിക്ഷനിൽ വന്ന് നമുക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാവുന്ന ആൾക്കാരെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമുക്കിത് ആരും വിവരം ചോദിച്ചു തന്നുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് 100% ഇവർ തന്നെ വരും എന്നോ നമുക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ. ഇത് മറ്റുള്ളവർ പ്രഡിക്റ്റ് ചെയ്ത സാധനങ്ങളാണ്. പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇടുമല്ലോ. എന്തായാലും നമുക്ക് അങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒന്നുമില്ല. എന്നാൽ അതിൽ വന്നിരിക്കുന്നവരിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരുടെ പേരുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആദ്യത്തത് നമ്മുടെ മീനാക്ഷിയാണ്. എല്ലാവർക്കും അറിയാം, കോമഡി കുക്സ് എന്ന പരിപാടിയിൽ ഇപ്പൊ മീനാക്ഷി ഉണ്ട്. മീനാക്ഷി വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. മീനാക്ഷി പ്രേമലു എന്നുള്ള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം മീനാക്ഷിക്ക് ഒരു ചാൻസ് പറയുന്നുണ്ട്. നമുക്ക് തോന്നുന്നുണ്ട് മീനാക്ഷി വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയാൻ കാര്യം, ഇപ്പൊ ഹോട്ട്സ്റ്റാറിൽ തന്നെ ഉള്ള കോമഡി കുക്സ് എന്നുള്ള പരിപാടിയിൽ മീനാക്ഷി ഉണ്ട്. അതിൽ നല്ല രീതിയിൽ നിൽക്കുന്നുമുണ്ട്. അപ്പൊ എനിക്ക് മീനാക്ഷി വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാഗച്ചേച്ചി, നിങ്ങൾക്ക് അറിയാമായിരിക്കും നാഗച്ചേച്ചിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബീപ്പ് ഇടാനേ സമയം കാണത്തുള്ളൂ. ബിഗ് ബോസിൽ ബീപ്പ് മാത്രമേ വരൂ എന്ന് നമ്മൾ പറയുന്നു. ഇനി അകത്ത് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഒരുപാട് പേര് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് നാഗ വരും എന്നുള്ളത്. എന്തായാലും നാഗ വന്നാൽ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ ബീപ്പ് സൗണ്ട് ചിലപ്പോൾ കൂടുതൽ ഇടേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, രചന ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യുന്നതാണ്. അപ്പം നല്ല നല്ല റീൽസുകളാണ് ചെയ്യുന്നത്. അപ്പം പലർക്കും അറിയാമായിരിക്കും, പലരും അവരുടെ ഫോളോവേഴ്സ് ആയിരിക്കും. അപ്പം രചനയ്ക്കും ചാൻസ് ഉണ്ട്. രചനയുടെ ഈ കണ്ടന്റ് മൊത്തം കോപ്പി അടിയാന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ കോപ്പി അടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ രചന എന്ന് പറയുന്നത്. അപ്പൊ രചനയ്ക്കും ചാൻസ് കൂടുതലാണ്. രചന വരാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇത് പ്രിയങ്കയെ കുറിച്ചാണ് പറയുന്നത്. പ്രിയങ്ക വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അത്രയ്ക്ക് 100% ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഒരു 50% പോലും പറയാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സിയിലൊക്കെ നടന്നപ്പോഴും പ്രിയങ്കയുടെ പേര് മുന്നിലേക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ പ്രിയങ്ക ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയങ്ക വരും എന്നാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഇനി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ പ്രിയങ്കയ്ക്ക് ചാൻസ് കൂടുതലാണ്. വരാൻ ചാൻസ് കൂടുതലുള്ള ഒരാൾ തന്നെയാണ് പ്രിയങ്ക. മറ്റൊരാളാണ് നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ബിജു സോപാനം. ഉപ്പുമുളക് സീരിയലിലെ ബാലുവായിട്ട് അഭിനയിക്കുന്ന ബിജു സോപാനം. അപ്പം ബിജു സോപാനം ഏകദേശം നമുക്ക് വരുമെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഞാൻ പറയുന്നു, ഇപ്പോഴും പറയുന്നു, ഇതൊന്നും നമുക്ക് 100% ഞാൻ ഈ പറയുന്ന പോലെ ഇന്ന ആൾ വരും എന്നൊന്നും അല്ല, കൺഫേം ആയിട്ടൊന്നും അല്ല പറയുന്നത്. പക്ഷെ എല്ലാ പ്രഡിക്ഷനിൽ നിന്നും വരാൻ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇവരെല്ലാം വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. അതുപോലെയാണ് കാർത്തിക് സൂര്യ. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി, അതിലെ കാർത്തിക് സൂര്യ എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ആളാണ്. അപ്പം കാർത്തിക് സൂര്യയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. 3-4 സീസണായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് നമ്മളുടെ യൂട്യൂബർ, അതുപോലെ തന്നെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന രേവതിയുടെ പേര്. ഇപ്പം രേവതിയുടെ പേര് ഈ സീസണിൽ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഈ സീസൺ 8 എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരും എന്ന് ഉറപ്പിച്ച് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലും ബിഗ് ബോസ് സീസണിന്റെ റിവ്യൂവർ ആയ രേവതി വരുമെന്ന് ഏകദേശം ഉറപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ രേവതി ഇതുവരെയും അതിനെപ്പറ്റി ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണല്ലോ. അപ്പം രേവതി ഇപ്രാവശ്യം കാണുമെന്ന് ഉറപ്പിച്ച് പറയുന്നവരുണ്ട്. അപ്പൊ രേവതിക്ക് എന്തായാലും ഒരു ചാൻസ് ഉണ്ടാകും. നമുക്ക് ചിന്തിച്ചാൽ തന്നെ രേവതിയുടെ 2-3 സീസണായിട്ട് രേവതിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ രേവതി വന്നിട്ടില്ല. രേവതി പക്ഷേ ബിഗ് ബോസിലെ മറ്റുള്ള പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ട്. ഒരു സീസണിലെ ഇന്റർവ്യൂസിനൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ തന്നെ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട്. ബിഗ് ബോസ് മത്സരാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്യുന്ന പരിപാടിയിലൊക്കെ പോയിട്ടുണ്ട്. രേവതി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ലക്ഷ്മി നക്ഷത്രയുടെ പേര് ഒരുപാട് പേര് പറയുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്ര ഉണ്ടാകുന്നു. പക്ഷെ ലക്ഷ്മി നക്ഷത്ര മീഡിയക്കാർ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ബിഗ് ബോസിലേക്ക് എന്നെ ആരും വിളിച്ചിട്ടില്ല, ഞാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ ലക്ഷ്മി നക്ഷത്രയുടെ പേരും പറയുന്നുണ്ട്. നമുക്കത് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും വന്നാൽ കൊള്ളാം
ലക്ഷ്മി നക്ഷത്ര ചോദിച്ചവരോടെല്ലാം വരത്തില്ല എന്നാണ്, എന്നെ വിളിച്ചിട്ടുമില്ല, ഞാൻ പോകുന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന അനുമോളും പറഞ്ഞത്. എന്നെ ആരും വിളിച്ചിട്ടുമില്ല ബിഗ് ബോസിൽ നിന്ന്, ഞാനിപ്പോ പോകുന്നുമില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ നോക്കിയപ്പം അതിനകത്ത് അനുമോൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ആയിരിക്കാം ഇനി ലക്ഷ്മി നക്ഷത്രയും ഇല്ല ഇല്ല എന്ന് വെളിയിൽ പറയുന്നുണ്ട്. ഇനി ബിഗ് ബോസ് തുടങ്ങുമ്പോൾ അകത്തുണ്ടാകുമോ എന്നുള്ള അറിയത്തില്ല. എന്നാലും പലരും പറയുന്നുണ്ട്, പ്രഡിക്ഷനിൽ വരുന്നുണ്ട് ലക്ഷ്മി നക്ഷത്ര കാണും എന്നുള്ളത്. അതുപോലെ രാഹുൽ ഈശ്വറിന്റെ പേര് കുറെ പേര് പറയുന്നുണ്ട്. രാഹുൽ ഈശ്വർ ഈ സീസണിൽ കാണുമെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ കാണുമെന്ന് ഒരുപാട് പേര് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പം നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ശ്രീലക്ഷ്മി അറക്കൽ. ഇപ്പം വാർത്തകളിലൊക്കെ ഒരുപാട് നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പൊ ശ്രീലക്ഷ്മി അറക്കലിനെയും ഈ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ശ്രീലക്ഷ്മി അറക്കലിനെ കഴിഞ്ഞ സീസണിലും പറഞ്ഞു കേട്ടതാണ്. ശ്രീലക്ഷ്മി അറക്കൽ കാണാൻ സാധ്യത ഉണ്ടെന്ന് കഴിഞ്ഞ സീസണിൽ. പക്ഷെ കഴിഞ്ഞ സീസണിൽ ഇല്ലായിരുന്നു. ഈ സീസണിലും പേര് കേൾക്കുന്നുണ്ട്. ചാൻസും കൂടുതലാണ് ചിലപ്പോൾ ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ കോൺട്രവേഴ്സികളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇങ്ങനെ കോൺട്രവേഴ്സികളിൽ നിറഞ്ഞു നിൽക്കുന്നവരെയാണല്ലോ ബിഗ് ബോസിന് ആവശ്യം. ആ സാഹചര്യത്തിൽ ആരാണ് കോൺട്രവേഴ്സിയിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരെയൊക്കെ ബിഗ് ബോസ് സാധാരണ കയറ്റിവിടാറുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം, കാണുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരാളാണ് എല്ലാവരും ആദ്യം മുതലേ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, ജാസി. ജാസി 100% ഉണ്ടാകുമെന്നാണ് ഈ പ്രഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാർ എല്ലാം പറയുന്നത്. ജാസി ഉണ്ടെങ്കിൽ അവിടെ മറ്റൊരാൾ കൂടെ വേണമെന്ന് സോഷ്യൽ മീഡിയയും പറയുന്നുണ്ട്. ഞാൻ നോക്കിയപ്പം ജാസി ബിഗ് ബോസിലേക്ക് ഉണ്ടാകും എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സൈഡ് കമന്റ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഒരാളാണ് നമ്മളുടെ ഹെലനോസ് പാട്ട. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ധന്യ ബിയർ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ജാസിയും ഈ പറഞ്ഞ ഹെലനും തമ്മിലാണ് ഏറ്റവും കൂടുതൽ വാഗ്വാദങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പം ജാസി ഉണ്ടെങ്കിൽ ഹെലനും വേണം എന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. ജാസി കാണും എന്നാണ് കൂടുതൽ പേരും പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഞാൻ ആ ജാസി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്നവരുടെ കൂടെ തന്നെയാണ്. എന്തായാലും ഹെലനും അപ്പുറത്ത് വേണം. അപ്പോഴാണ് ഇതിന് പരിപാടിക്ക് ഒരു കൊഴുപ്പുണ്ടാകത്തുള്ളൂ. ഇവർ രണ്ടുപേരും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് റിവ്യൂ ചെയ്യുന്നവർക്കും ഒരു ഉത്സാഹത്തോടൊക്കെ റിവ്യൂ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഇപ്രാവശ്യം ഈ പറഞ്ഞ ശ്രീലക്ഷ്മി അറക്കല്, നാഗ, ജാസി, അതുപോലെ ഹെലനോസ് പാട്ട, ഇവരൊക്കെ ധന്യ, ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞാല് ഈ ധന്യ ഇവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് റിവ്യൂ ചെയ്ത ഒരു പരുവത്തിലാകും. എന്നാലും ഒരു നടക്കൊന്നും ഇത് മുന്നോട്ട് പോകൂല. മിക്കവാറും ഈ സീസണോട് കൂടി ബിഗ് ബോസ് അവസാനിപ്പിക്കാനും ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കിച്ചു രേണുസുതിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ട്. സുധിയുടെ മകനാണ് ഈ പറയുന്ന കിച്ചുവും ബിഗ് ബോസിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു കോൺട്രവേഴ്സി ഒക്കെ നടന്നപ്പോഴേ കിച്ചു ബിഗ് ബോസിലേക്ക് കിച്ചുവിനെ ക്ഷണിച്ചിട്ടുണ്ട്. ആരും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സൈഡിൽ നിന്നും ഓരോ ഹ്യൂമറുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അപ്പം ഏകദേശം കിച്ചുവിനും കോൾ വന്നിരിക്കാം. എന്നാലും കിച്ചു ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഒരുപാട് പേര് കിച്ചു ഉണ്ടാകുമെന്ന് പറയുന്നുമുണ്ട്. പ്രഡിക്റ്റ് ചെയ്യുന്നവർ കിച്ചുവും കാണാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് നമ്മുടെ മഞ്ജു പിള്ളയുടെ പേരും കേൾക്കുന്നുണ്ട്. ഇത് ഒരുപാട് പേരൊന്നും പ്രഡിക്റ്റ് ചെയ്ത് കേട്ടില്ല ഞാൻ. എന്തായാലും മഞ്ജു പിള്ളയും ഉണ്ടാകുമെന്ന് ചിലരൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നുണ്ട് 100% മഞ്ജു പിള്ള ഉണ്ടാകും എന്ന് പറയുന്നു. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്നവരാരും കാണത്തില്ല. ചിലപ്പോൾ ഇതിനകത്ത് 1-2 പേരെ കാണും. പക്ഷെ നമ്മൾ ഇത് ഈ പ്രഡിക്റ്റ് ചെയ്യുന്നവരുടെയൊക്കെ ആഗ്രഹങ്ങളാണ് കൂടുതലും ഈ പ്രഡിക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുമല്ലോ, ഇന്ന ആളുണ്ടായി കൊള്ളാം എന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് കൊള്ളാം, ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനും ഒരു രസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്കും ഇതിനകത്ത് ഈ പറഞ്ഞ പേരുകളിൽ ഇവരെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആദ്യമേ പറഞ്ഞു, ഇത് എന്റെ പ്രഡിക്ഷനോ ഒന്നുമല്ല. പ്രഡിക്ഷൻ ചെയ്തവരുടെ വീഡിയോ കണ്ടിട്ട് അവര് കൂടുതൽ പേരും പ്രഡിക്റ്റ് ചെയ്ത ആൾക്കാരുടെ പേരാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നല്ലതായിരിക്കുമെന്ന് സീസൺ ഒന്ന് കൊഴുക്കും. അതുകൊണ്ടാണ് ഞാനും ഇവരെല്ലാം വരണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ ആരൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു 100% ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്നുള്ളവരുടെ പേരുകൾ കമന്റ് ചെയ്യുക. അതുപോലെ ഇതിൽ ഞാൻ പറയാത്തവരുടെ പേരുകൾ ആരെങ്കിലും പ്രഡിക്റ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഇനിയും വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ പേരും എന്തായാലും കമന്റ് ചെയ്യുക. സെപ്റ്റംബർ മാസത്തിലാണ് ബിഗ് ബോസ് തുടങ്ങും എന്ന് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിലും വെളിയിൽ വരുന്ന ഒരു സൂചന. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ പറഞ്ഞതുപോലെ കുരുക്ഷേത്ര എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടാകും. കോമണേഴ്സിനെ എല്ലാം വെച്ചിട്ട് അതിൽ നമുക്ക് വോട്ടിംഗ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവരെയാണ് പിന്നീട് ബിഗ് ബോസിലേക്ക് നേരിട്ട് എൻട്രി കൊടുക്കുക. കോമണേഴ്സിൽ നിന്ന് കൂടുതലും കോമണേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം സെപ്റ്റംബറിൽ ഇത് തുടങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ടും കുരുക്ഷേത്ര എന്ന് പറയുന്ന പരിപാടി ആഗസ്റ്റ് പകുതിയോടുകൂടി നമുക്ക് കാണാൻ കഴിയും എന്നാണ് തോന്നുന്നത്. വോട്ടിംഗ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പൊ എന്തായാലും ചാനലിൽ അത് കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏഷ്യാനെറ്റ് തന്നെയായിരിക്കും അതിന്റെയും സംപ്രേഷണം. അപ്പൊ ഏകദേശം ഒരുപാട് പേർക്ക് കോൾ പോയിട്ടുണ്ടെന്ന് പറയുന്നു. ഒരുപാട് പേരെ റിജക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ഓക്കെ ആണെന്ന് തോന്നിയവരുടെ എല്ലാം ലിസ്റ്റുകൾ ഏകദേശമായെന്നാണ് കേൾക്കുന്നത്. അതായത് ആഗസ്റ്റ് പകുതിയോടുകൂടി നമുക്ക് കുരുക്ഷേത്ര കാണാൻ പറ്റും എന്ന് വിചാരിക്കാം. അതിനുശേഷമാണ് ഈ പറയുന്ന നേരിട്ടുള്ള ബിഗ് ബോസിലേക്കുള്ള എൻട്രിയും അവരുടെ മറ്റൊരു അംഗത്തിന് തയ്യാറെടുക്കുകയാണ് ഈ ബിഗ് ബോസ്. ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് നമ്മളും
ഈ ബിഗ് ബോസിന്റെ റിവ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ റിവ്യൂസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നിഷ്പക്ഷമായിട്ട് മാത്രമേ റിവ്യൂ ചെയ്തിട്ടുള്ളൂ ഇത്രയും കാലമായിട്ട്. പക്ഷെ നമ്മൾ അതിനിടയ്ക്ക് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ PR ആണ്, നിങ്ങൾ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യാറുണ്ട്, നമ്മളെ PR ആക്കാറുണ്ട്. പക്ഷെ ഇതുവരെയും ഒരാളും വന്ന് നമ്മളെ കണ്ടിട്ടുമില്ല, നമുക്ക് ആരും കാശ് തന്നിട്ടുമില്ല, നമ്മൾ ഇതുവരെ ഒരാളുടെ PR വർക്ക് എടുത്തിട്ടുമില്ല. ആ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നത് മുതൽ അവർ അതിനകത്ത് എന്ത് കാണിക്കുന്നു അത് മാത്രമേ നമ്മൾ റിവ്യൂ ചെയ്യാറുള്ളൂ. ബിഗ് ബോസിനകത്ത് കയറി ആ കയറുന്ന സമയം മുതൽ അവരുടെ ക്യാരക്ടറാണ് നമ്മൾ റിവ്യൂ ചെയ്യാറുള്ളത്. അപ്പം ഈ പ്രാവശ്യം അതുപോലെ തന്നെ നിഷ്പക്ഷമായിട്ട് തന്നെ നമ്മൾ റിവ്യൂ ചെയ്യും. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ആരാധകരുണ്ടാവും, ഓരോരുത്തരെ ഇഷ്ടമായിരിക്കും, ആരാധകരുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അതിനകത്ത് എങ്ങനെ നിൽക്കുന്നു അതിനെ നമ്മൾ കൃത്യമായി റിവ്യൂ ചെയ്യും. ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടുള്ളൂ, ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അതിനകത്ത് ഇനി PR ആക്കിയാലും ശരി, ക്യാഷ് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും ശരി, നിഷ്പക്ഷമായി തന്നെ നമ്മൾ റിവ്യൂ ചെയ്യും. നിങ്ങളൊരു ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.